തിരൂരിൽ കുങ്ഫു സെന്ററിൽ മോഷണം. കുങ്ഫു പരിശീലന ഉപകരണങ്ങളും പണവും മോഷ്ടിക്കപ്പെട്ടു. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കുങ്ഫു സെന്ററിന്റെ വാതിൽ തകർത്ത് അകത്തു കടന്നാണ് മോഷണം നടത്തിയത്. സ്ഥാപന ഉടമ തിരൂർ പോലീസിൽ പരാതി നൽകി. ഒരു നാടിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി ആൻഡ് ചങ്ങരംകുളം. സെലിബ്രേഷൻ നെവർ എൻഡ്സ്. തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കുങ്ഫു പരിശീലന കേന്ദ്രത്തിലാണ് മോഷണം നടന്നത്. ഞായറാഴ്ച വൈകിട്ട് സ്ഥാപനം അടച്ചുപോയതായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് ക്ലാസ് ആരംഭിക്കുന്നതിനായി തുറക്കാനെത്തിയപ്പോഴാണ് വാതിൽ തകർത്ത നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയാണ് അലമാരയിൽ സൂക്ഷിച്ച പണവും പരിശീലനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും നഷ്ടപ്പെട്ടതായി അറിഞ്ഞത്. വാടക നൽകാനായി വെച്ച പണവും കുട്ടികൾ നൽകിയ ഫീസും ഉൾപ്പെടെ 15,000 രൂപയും ഉപകരണങ്ങളുമാണ് മോഷണം പോയതെന്ന് ഉടമ പറഞ്ഞു. ഞായറാഴ്ച വൈകുന്നേരം ക്ലാസ് ഒരു 6:30 കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ഈ ഓഫീസ് പൂട്ടിയതിൻ്റെ ശേഷം തിങ്കളാഴ്ച വൈകിട്ട് 6:30 തുറക്കുമ്പോഴാണ് സംഭവം. മേശയിൽ 15,000 രൂപ മേശയിലുണ്ടായിരുന്നു. അതിൽ കുട്ടികളുടെ ഡ്രസ്സിൻ്റെത്, യൂണിഫോമിൻ്റെത്, ബിൽഡിംഗ് വാടക, ഫീസ് തന്ന ഒരു 15,000 രൂപ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചെങ്കിൽ കുറേ വെപ്പൺസുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കുട്ടികൾ കളിക്കണം. മൊത്തത്തിൽ അത് നഷ്ടപ്പെട്ട് വരും. 10-24 വർഷത്തിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. കുട്ടികൾ കളിക്കുന്ന വെപ്പൺസും കാര്യങ്ങളും ഇതൊക്കെ നഷ്ടപ്പെട്ടു വരികയും ഏകദേശം 60,000 രൂപേൻ്റെ മുകളിൽ നഷ്ടം സംഭവിച്ചിരുന്നു. ഉടമ തിരൂർ പോലീസിൽ പരാതി നൽകി.